വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ടൈപ്സ് ഓഫ് വയറിംഗ്. ഇതിന് മുമ്പേ ആ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ ടൈപ്സ് ഓഫ് വയറിംഗ്. There are mainly 5 types of wiring methods used in electrical installation. ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷനിൽ പ്രധാനമായും നമ്മൾ 5 ടൈപ്പ് വയറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്ലീറ്റ് വയറിംഗ്, 2 വുഡ് കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ്, 3 TRS അഥവാ ടഫ് റബ്ബർ ഷീറ്റഡ് വയറിംഗ്, 4 മെറ്റൽ ഷീറ്റഡ് വയറിംഗ്, 5 കോൺഡ്യൂട്ട് വയറിംഗ്. ഇങ്ങനെ 5 വയറിംഗ് ആണ് നമ്മൾ പ്രധാനമായി യൂസ് ചെയ്യുന്നത്. നമുക്കത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ക്ലീറ്റ് വയറിംഗ്. ഇൻ ക്ലീറ്റ് വയറിംഗ്, PVC or VIR insulated wires runs through wooden or polythene cleats fixed on the walls. This is a temporary system of wiring. ഈ ക്ലീറ്റ് വയറിംഗ് എന്നത് ഒരു ടെമ്പററി വയറിംഗ് ആണ്. അതൊരു പെർമനൻറ്റ് വയറിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതൊരു ടെമ്പററി വയറിംഗ് ആണ്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വാളിൽ നേരത്തെ ഫിക്സ് ചെയ്ത വുഡൻ്റെയോ പോളിസ്റ്റൈലിൻ്റെയോ ക്ലീറ്റ്സിലേക്ക് PVC അല്ലെങ്കിൽ VIR ഇൻസുലേറ്റഡ് വയേഴ്സ് ഫിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ക്ലീറ്റ് വയറിങ് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസി ടു ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പ്രൊവിഷൻസ് ഫോർ ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റെനൻസിനും ഇൻസ്പെക്ഷനും ഉള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. എന്നാൽ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഹൈ റിസ്ക് ഓഫ് ഫയർ, ഇലക്ട്രിക് ഷോക്ക് ആൻഡ് മെക്കാനിക്കൽ ഡാമേജസ്, ഇലക്ട്രിക് ഷോക്ക്, ഫയർ ഇതുപോലെയുള്ളതൊക്കെ ഹൈ റിസ്ക് ആണ്. അതുപോലെ നോ ഗുഡ് ലുക്ക്, നല്ല വൃത്തി ഉണ്ടാവില്ല. ഇതാണ് ക്ലീറ്റ് വയറിങ്ങിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. അടുത്ത് നമുക്ക് നോക്കാം വുഡ് കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ്. ഇൻ വുഡ് കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിംഗ്, PVC or VIR insulated wires runs through the grooves of a wooden casing fixed on the wall and covered with wooden cap after wiring. അതായത് ഈ ടൈപ്പ് വയറിങ്ങിൽ നമ്മൾ PVC, VIR ഇൻസുലേറ്റഡ് വയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വാളിൽ ആദ്യം വുഡ് കേസിങ് ഫിക്സ് ചെയ്ത് അതിൻ്റെ ഗ്രൂസിലൂടെ നേരത്തെ ഇൻസുലേറ്റ് ചെയ്ത വയേഴ്സ് ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വുഡൻ ക്യാപ്പിംഗ് കൊണ്ട് കവർ ചെയ്യുന്നു. അങ്ങനെയാണ് വുഡൻ കേസിങ് ആൻഡ് ക്യാപ്പിംഗ് വയറിങ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗുഡ് ഐസൊലേഷൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സിനിടയിൽ നല്ല ഐസൊലേഷൻ ഉണ്ടാവും. ഇലക്ട്രിക് ഷോക്കിന് റിസ്ക് ഇല്ല, നോ റിസ്ക് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. അതുപോലെ തന്നെ ഗുഡ് അപ്പിയറൻസ് ആയിരിക്കും. എന്നാൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് കോസ്റ്റ്ലി, സ്കിൽഡ് ലേബർ റിക്വയർഡ്, ഡിഫിക്കൽട്ട് ടു ഇൻസ്പെക്ട്, ഹൈ റിസ്ക് ഓഫ് ഫയർ, നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹ്യൂമിഡ് ആൻഡ് കെമിക്കൽ കണ്ടീഷൻസ്. അതായത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്, അതുപോലെ സ്കിൽഡ് ലേബേഴ്സ് റിക്വയർഡ് ആണ്, ഡിഫിക്കൽട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, ഹൈ റിസ്ക് ഓഫ് ഫയറിൻ്റെ ഹൈ റിസ്ക് ആണ്. എന്നാൽ ഇലക്ട്രിക് ഷോക്കിന് ഹൈ റിസ്ക് ഇല്ലെങ്കിലും ഫയറിന് ഹൈ റിസ്ക് ഉണ്ട്. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹ്യൂമിഡ് ആൻഡ് കെമിക്കൽ കണ്ടീഷൻസിലും ഹ്യൂമിഡ് കണ്ടീഷൻസിലും സ്യൂട്ടബിൾ അല്ല. അടുത്ത് നോക്കാം TRS വയറിംഗ്. ഇൻ TRS വയറിംഗ്, ടഫ് റബ്ബർ ഷീറ്റഡ് വയേഴ്സ് റൺസ് ത്രൂ വുഡൻ ബെറ്റിൽ ഓൺ ദ വാൾ ആൻഡ് ഫ്രെയിം ഫിക്സ്ഡ് യൂസിങ് ബ്രാസ് ലിങ്ക് ക്ലിപ്സ്. ഈ TRS വയറിംഗ് എന്ന് വെച്ചാൽ ടഫ് റബ്ബർ ഷീറ്റഡ് വയറിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ TRS വയറിങ്ങിൽ നമ്മൾ ടഫ് റബ്ബർ ഷീറ്റഡ് വയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് നേരത്തെ വാളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ബ്രാസ്, ലിങ്ക് ക്ലിപ്സൊക്കെ പിന്നെ ഫ്രെയിംസ് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഫ്രെയിംസിലോട്ട് നമ്മൾ ഇൻസുലേറ്റ് ചെയ്ത വയേഴ്സ് ഫിക്സ് ചെയ്ത് അത് ബ്രാസ് കൊണ്ടും ലിങ്ക് ക്ലിപ്സും കൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് പ്രൊവിഷൻസ് ഫോർ ഇൻസ്പെക്ട് ആൻഡ് മെയിൻ്റെനൻസിനും ഇൻസ്പെക്ഷനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ നല്ല അപ്പിയറൻസ് ഉണ്ടാകും, ലോ കോസ്റ്റ്. വുഡ് കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിങ്ങുമായി കമ്പയർ ചെയ്യുമ്പോൾ TRS വയറിങ്ങിന് ലോ കോസ്റ്റും ഈസി ഇൻസ്റ്റാളേഷനുമാണ്. എന്നാൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ഓഫ് ഫയർ, ഇലക്ട്രിക് ഷോക്ക്, മെക്കാനിക്കൽ ഡാമേജ്. ഇതൊക്കെ ഹൈ റിസ്ക് ആണ്.
അതുപോലെ കെമിക്കൽ ഹ്യൂമിഡ് കണ്ടീഷൻസിൽ സ്യൂട്ടബിൾ അല്ല, സ്കിൽഡ് ലേബേഴ്സ് റിക്വയർഡ് ആണ്. ഇതൊക്കെയാണ് ഈ TRS വയറിങ്ങിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ്. അടുത്തത് മെറ്റൽ ഷീത്ത്ഡ് വയറിങ്. ഇൻ മെറ്റൽ ഷീത്ത്ഡ് വയറിങ്, ലെഡ് ഷീത്ത്ഡ് വയേഴ്സ് ഓൾ റൺ ത്രൂ വുഡൻ ബിറ്റിൽ or differently fixed on the wall. This wiring is used in industries. ഈ ടൈപ്പ് മെറ്റൽ ഷീത്ത്ഡ് വയേഴ്സൊക്കെ ഇൻഡസ്ട്രീസിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ലിഡ് ഷീത്ത്ഡ് വയേഴ്സ് നമ്മൾ ഈ മെറ്റൽ ഷീത്ത്ഡ് വയറിങ് നമ്മൾ ലിഡ് ഷീത്ത്ഡ് വയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോ റിസ്ക് ഓഫ് ഫയർ ആൻഡ് മെക്കാനിക്കൽ ഡാമേജസ്. മെക്കാനിക്കൽ ഡാമേജസിൻ്റെയും ഫയറിൻ്റെയും ഒക്കെ സാധ്യതകൾ കുറവാണ്. ഗുഡ് അപ്പിയറൻസസ്, നല്ല വൃത്തി ഉണ്ടാവും. എന്നാൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി, നോ പ്രൊവിഷൻസ് ഫോർ ഇൻസ്പെക്ഷൻ മെയിൻ്റെനൻസ് ആൻഡ് നോട്ട് സ്യൂട്ടബിൾ ഫോർ കെമിക്കൽ കണ്ടീഷൻസ്. കെമിക്കൽ കണ്ടീഷൻസിൽ സ്യൂട്ടബിൾ അല്ല, ഇൻസ്പെക്ഷനും മെയിൻ്റെനൻസിനും ഇതൊട്ടും സാധ്യതകൾ കുറവാണ് ഈ ടൈപ്പ് വയറിങ്ങിന്. അടുത്തത് കോൺഡ്യൂട്ട് വയറിങ്. ഇറ്റ് ഈസ് the most popularly wiring known these days. ഈ കാലഘട്ടത്തിൽ പോപ്പുലറായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വയറിംഗ് ആണ് കോൺഡ്യൂട്ട് വയറിംഗ്. ഇൻ കോൺഡ്യൂട്ട് വയറിംഗ്, PVC insulated wires runs through PVC or metal conduits all through fixed on the walls or embedded inside the wall. അതായത് ഈ കോൺഡ്യൂട്ട് വയറിംഗ് എന്ന് പറയുമ്പോൾ ഈ വയറിങ്ങിൽ നമ്മൾ PVC ഇൻസുലേറ്റഡ് വയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. PVC അല്ലെങ്കിൽ മെറ്റൽ കോൺഡ്യൂട്ട്സുകളിൽ നേരത്തെ വാളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള PVC മെറ്റൽ കോൺഡ്യൂട്ടുകളോ അഥവാ നമ്മൾ വാളിന് അകത്ത് എംബ്രോയ്ഡ് ചെയ്തിട്ടുള്ള കോൺഡ്യൂട്ടുകളിനകത്തോട്ടോ നമ്മൾ ഇൻസുലേറ്റ് ചെയ്ത വയേഴ്സ് കടത്തി വിട്ട് കണക്ട് ചെയ്യുന്നതാണ് കോൺഡ്യൂട്ട് വയറിംഗ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോ റിസ്ക് ഓഫ് ഫയർ, ഇലക്ട്രിക് ഷോക്ക് ആൻഡ് മെക്കാനിക്കൽ ഡാമേജസ്. മെക്കാനിക്കൽ ഡാമേജസിൻ്റെയോ ഇലക്ട്രിക് ഷോക്കിൻ്റെയോ ഫയറിൻ്റെയോ ഒക്കെ റിസ്ക് ഇല്ല. അതുപോലെ ഗുഡ് അപ്പിയറൻസ് ആണ്, ഡ്യൂറബിൾ ആണ്. എന്നാൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോ പ്രൊവിഷൻസ് ഫോർ ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റെനൻസിനും ഇൻസ്പെക്ഷനും ഒക്കെ സാധ്യതകൾ കുറവാണ്. സ്കിൽഡ് ലേബേഴ്സ് റിക്വയർഡ് ആണ്. ഇതാണ് കോൺഡ്യൂട്ട് വയറിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. നമുക്കടുത്ത് എന്താണ് ഇലക്ട്രിക് പവർ എന്ന് നോക്കാം. വാട്ട് ഈസ് ഇലക്ട്രിക് പവർ? പവർ ഈസ് ദ റേറ്റ് ഡൂയിങ് ഇലക്ട്രിക് വർക്ക്. യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട്. ഇലക്ട്രിക് പവർ ഈസ് മെഷർ യൂസിങ് വാട്ട് മീറ്റർ. പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, P ഈക്വൽ ടു V ഇൻറ്റു I. പവർ ഈസ്, അതായത് ഇലക്ട്രിക് പവർ എന്ന് വെച്ചാൽ ഇലക്ട്രിക് വർക്ക് ചെയ്യുന്ന റേറ്റിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് ഓഫ് പവർ മീൻസ് വാട്ടാണ് അതിൻ്റെ യൂണിറ്റ്. ഈ ഇലക്ട്രിക് പവർ മെഷർ ചെയ്യുന്നത് വാട്ട് മീറ്റർ കൊണ്ടാണ്. പവർ കണ്ടുപിടിക്കുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് കൊണ്ടാണ് പവർ കണ്ടുപിടിക്കുന്നത്. 1 HP അഥവാ 1 ഹോഴ്സ് പവർ എന്നത് 746 വാട്ട്. അതുപോലെ ഒരു ലൈറ്റനിങ് സബ് സർക്യൂട്ടിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്ന മാക്സിമം ലോഡ് എന്ന് പറയുന്നത് 800 വാട്ടോ 10 പോയിൻറ്റോ ആണ്. അതുപോലെ ഒരു പവർ സബ് സർക്യൂട്ടിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നത് 3000 വാട്ടോ 2 പോയിൻറ്റുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് കളേഴ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ ഫേസിൽ കൊടുക്കേണ്ട സ്റ്റാൻഡേർഡ് കളേഴ്സ് റെഡ്, യെല്ലോ, ബ്ലൂ. അതുപോലെ എർത്തിൽ കൊടുക്കേണ്ട സ്റ്റാൻഡേർഡ് കളർ ഗ്രീനാണ്, ന്യൂട്രൽ ബ്ലാക്ക്. ഇതാണ് സ്റ്റാൻഡേർഡ് കളേഴ്സ് വയറിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കടുത്ത് നോക്കാം. അടുത്തത് എസ്റ്റിമേഷൻ ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്. An estimation is a document about the quantity of material required and the cost of complete the installation work. ഒരു എസ്റ്റിമേഷൻ എന്ന് വെച്ചാൽ അത് ഒരു ഇൻസ്റ്റാളേഷൻ വർക്കിൻ്റെ കോസ്റ്റ്, പിന്നെ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ റിക്വയർഡ്, അതിനെക്കുറിച്ചൊക്കെ ഒരു ഡോക്യുമെൻ്റാണ്. ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുമ്പോൾ അതിന് വേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 7 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തേത് ടൈപ്സ് ഓഫ് ഇൻസ്റ്റാളേഷൻ, ഏത് തരത്തിലുള്ള ഇൻസ്റ്റാളേഷൻ ആണെന്ന് നമ്മൾ എഴുതണം. രണ്ടാമത്തേത് നേച്ചർ ഓഫ് സപ്ലൈ, സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് ആണോ എന്ന് നമ്മൾ എഴുതണം. അടുത്തത്
ടൈപ്പ് ഓഫ് വയറിംഗ്, ലേഔട്ട്, പിന്നെ ലേഔട്ട് ഓഫ് പോയിൻറ്റ്, പ്രൊട്ടക്റ്റീവ് മെത്തേഡ് റിക്വയർഡ്, എർത്തിങ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ കോസ്റ്റ്. ഈ 7 കാര്യങ്ങളാണ് ഒരു എസ്റ്റിമേഷൻ, ഇലക്ട്രിക് സർക്യൂട്ട് എസ്റ്റിമേഷൻ പ്രധാനമായും വേണ്ടത്. അടുത്തത് നമുക്ക് എന്താണ് ഒരു ഇലക്ട്രിക്കൽ എനർജി എന്ന് നോക്കാം. കപ്പാസിറ്റി ഓഫ് ഡൂയിങ് ഇലക്ട്രിക് വർക്ക് ഈസ് നോൺ ആസ് ഇലക്ട്രിക്കൽ എനർജി. ഒരു കപ്പാസിറ്റി, ഇലക്ട്രിക് വർക്ക് ചെയ്യുന്ന കപ്പാസിറ്റീനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് വിളിക്കുന്നത്. എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. എനർജി കണ്ടുപിടിക്കുന്നത് പവർ ഇൻറ്റു ടൈം ആണ്. പവർ മീൻസ് പവറിൻ്റെ യൂണിറ്റ് വാട്ട്, ടൈം ഹവറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് KWH. കിലോ വാട്ട് അവർ ആണ് എനർജിയുടെ യൂണിറ്റ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Calculate the energy consumed by a 100 watt bulb work 8 hours for the month of January. ജനുവരി മാസത്തിൽ 100 വാട്ട് ബൾബ് അത് ഒരു ദിവസം 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ജനുവരി മാസത്തിലെ അതിൻ്റെ ടോട്ടൽ എനർജി കൺസപ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എനർജി കൺസ്യൂംഡ് ഡേ, നമ്മൾ ഒരു ദിവസം അത് എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ W × T, വാട്ട് ഇൻറ്റു ടൈം അഥവാ പവർ ഇൻറ്റു ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു 800 × 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 800 100 അല്ല, അത് വർക്ക് ചെയ്യുന്നത് ടൈം എന്ന് പറയുന്നത് 8 മണിക്കൂറാണല്ലോ. അപ്പോൾ 800 × 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 800. അതാണ് ഒരു ദിവസത്തിൽ അതിൻ്റെ എനർജി കൺസപ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു മാസം എനർജി കൺസ്യൂംഡ് ഇൻ മന്ത്, ജനുവരി മാസം 31 ദിവസമുണ്ട്. സോ 31 × 800, ദാറ്റ് ഈസ് ഈക്വൽ ടു 24,800 വാട്ട്. 24,800 വാട്ടാണ് ഒരു മാസം അതിൻ്റെ എനർജി കൺസപ്ഷൻ. അത് നമ്മൾ കിലോ വാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഒരു കിലോ വാട്ട് എന്ന് പറയുമ്പോൾ 1000 വാട്ടാണ് ഒരു കിലോ വാട്ട്. സോ ഒരു മാസം അത് 24.8 കിലോ വാട്ടാണ് ഒരു മാസം അതിൻ്റെ എനർജി കൺസപ്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ആ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.